എല്ലാവർക്കും അറിയാം, നമ്മുടെ ഗൾഫിൽ ഇപ്പോൾ ഓരോരുത്തരും അനുഭവിക്കുന്ന വിഷമങ്ങൾ. ഒന്ന്, നല്ലതുപോലെ ഉറങ്ങിയിട്ട് നമ്മൾ 23 ദിവസമായില്ലേ. ഇന്ന് പുലർച്ചയ്ക്ക് 6 മണിക്ക് ബഹ്റൈനിൽ എൻ്റെ ഫ്ലാറ്റിൻ്റെ മുകളിൽ ഞാൻ നോക്കുന്ന സമയത്ത് എല്ലാ ഫ്ലാറ്റിൻ്റെ മുകളിലും ഫാമിലികൾ മക്കളെയും എടുത്ത് ഞാൻ ഇങ്ങനെ മേലോട്ട് നോക്കി നിൽക്കുന്ന ഒരവസ്ഥ കണ്ടപ്പോൾ വളരെ കണ്ണുനീര് വന്നുപോയി. എന്താവും നമ്മുടെ ഈ ഒരു ഗൾഫ് രാജ്യം എന്ന് ആർക്കും ഊഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ ബഹ്റൈനിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചെയ്യേണ്ടത്, ആരൊക്കെ ഇവിടെ ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ ശമ്പളം പോലും കിട്ടാതെ ഫാമിലികളടക്കം പട്ടിണി കിടക്കുന്നവരുണ്ട്. അവരെ കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഒന്ന്, രണ്ടാമത് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തിട്ടും ഓരോ അസുഖം മൂലവും കഷ്ടപ്പെട്ട് ഞാൻ എത്രയോ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളൊരു കാശ് ഉണ്ടെങ്കിൽ 1.5 ലക്ഷം ഉറുപ്പിക ചിലപ്പോൾ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ പോകാം. ഒരു എംബസി ആണെങ്കിലും നമ്മുടെ സംഘാടകരാണെങ്കിലും സൗദിൻ്റെ വിസ പോലും നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് പല രാജ്യങ്ങളും കൊടുക്കുമ്പം അതുപോലും നമുക്ക് നിഷേധിക്കുകയാണ്. നമ്മളടുത്ത് കാശുണ്ടെങ്കിൽ നാട്ടിൽ പോകാം, ആരോട് ചോദിക്കാൻ, ആര് പറയാൻ എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പം മലയാളികൾ നിൽക്കുന്നത്. ഫിലിപ്പൈൻസിൻ്റെ എന്താ പറഞ്ഞാൽ ഇപ്പോൾ ഓപ്പൺ ആകുകയാണ്. ഇവിടുന്ന് ആർക്ക് പോകാണ്ട് ഒരു ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നുള്ള എനിക്ക് കിട്ടിയ വിവരം. ഒന്നും വേണ്ടേ, ഇവിടെ സുഖമില്ലാതെ കിടക്കുന്ന ആളുകളുണ്ട്. ഇപ്പം ഇവിടുത്തെ പ്രശ്നം എന്താ പറഞ്ഞാല് പിന്നെ ജോലി ഒരാൾക്കും നമ്മളറിയുന്ന ഇപ്പം നമ്മളറിയുന്ന ഒരു 100 ആളെ കണ്ടാൽ 60 ആൾക്കും പരാതികളാണുള്ളത്. പക്ഷെ ഇവര് പട്ടിണിയാണോ ഇവരടുത്ത് എന്തോ ഉണ്ടോ എന്നുള്ള ആരും പറയൂല. എപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരുത്തം പട്ടിണി കിടക്കാനേ ആരും പറയൂല. ഇവിടെ പട്ടിണിയാണെന്നോ അല്ലെങ്കിൽ ഇന്ന പൈസ ഇല്ലാന്നോ ആരും എന്താക്കല, ഒരു മനപ്രയാസം കൊണ്ട് പറയൂല. അതിന് നമ്മളൊന്ന് മരിച്ചു കഴിഞ്ഞാൽ പോലും നമ്മളെ ബോഡി പോലും നമ്മളെ ഉറ്റവർക്ക് കാണാൻ കഴിയാതെ ഇവിടെ വെച്ച് കഴിഞ്ഞ് മറവ് ചെയ്യേണ്ട ഒരവസ്ഥയാണ്. ഒന്ന് നാട്ടിൽ കൊണ്ടുപോകാൻ പോലും ആർക്കും പറ്റാത്ത ഒരു സമയത്താണ് ഇപ്പം നമ്മളെ പറയുമ്പോൾ 5 ദിവസത്തേക്ക് വെടി നിർത്തിയത്. അപ്പം ഈ വെടി നിർത്തലൊക്കെ എത്ര ദിവസം ഉണ്ടാവും? ഇവിടുന്ന് ഇപ്പം തന്നെ നമ്മളൊക്കെ ഓരോരുത്തരും അനുഭവിക്കുന്ന വിഷമങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം ഇല്ലേ? നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ, ഓരോരുത്തരും മനപ്രയാസങ്ങൾ, ഒരു പെരുന്നാൾ കഴിഞ്ഞ് ഒരു നോമ്പ് കഴിഞ്ഞ് ഒന്ന് സന്തോഷത്തോട് കൂടിയിട്ട് നമ്മളെ ഭാര്യനെ, നമ്മളെ മാതാപിതാക്കളെ, നമ്മളെ കുടുംബത്തിനെ നമ്മളൊന്ന് ഫോൺ ചെയ്തിട്ട് എത്ര ദിവസമായി? ഇന്നലെ ഒരു സഹോദരി എന്നെ വിളിച്ച് പെടുന്നറിയും, കരയാണ്, പൊട്ടിക്കരയ, ഉറക്കമില്ല, തലവേദനയാണ്. എന്താ 23 ദിവസമായി അവർ ഉറങ്ങിയിട്ട്. എത്രയോ ആളുകൾ ഉറങ്ങാതെ. അതുകൊണ്ട് ഇനി എന്തെങ്കിലും നമ്മുടെ സംഘടനകളും നമ്മുടെ എംബസിയുമൊക്കെ നമ്മുടെ മലയാളികൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണം. മറ്റൊന്നുമല്ല, അസുഖബാധിതരായി കിടക്കുന്നവരും ഹോസ്പിറ്റൽ കേസുമായിട്ട് ഒന്ന് നാട്ടിൽ പോകാൻ ബുദ്ധിമുട്ടായി നിൽക്കുന്ന ആളുകളെങ്കിലും മിതമായ നിരക്കിൽ, നിങ്ങൾ പൈസ വാങ്ങണ്ടെന്നല്ല, ചെറിയൊരു പൈസ വാങ്ങിയിട്ട് സൗദി വിസയൊക്കെ ഫ്രീ ആയി അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണമെന്ന് വളരെ വിനയത്തോട് കൂടിയിട്ട് അപേക്ഷിക്കുകയാണ്.